തളരില്ല കാലമേ നീ തന്ന നോവുകൾ കരളിനെ പോലും കല്ലാക്കിയോ. ഓരോ ചതിയും നൽകിയ പാഠങ്ങൾ ജീവിതയാത്രയിൽ കരുത്തേകിയോ. അബലയാം പെണ്ണിന്റെ ഭ്രാന്തിൻ കുലമ്പല്ല അനുഭവ സാക്ഷ്യത്തിൻ രോദനമാ. അഴകുള്ള പനിനീർ പൂവാണ് എങ്കിലും അടുക്കുവാനാരും ഭയപ്പെടുന്നു. എന്ത് നല്ല കവിതയാണല്ലേ കേട്ടത്. കേൾക്കാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കണം കേട്ടോ. ചിലരുടെ ജീവിതത്തിലെങ്കിലും ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നേരിടാൻ നമ്മൾ ശക്തരാകും. ഈ ക്ഷീരമേഖല ഇതിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ വലിയ ഒരു ഒരു ത്യാഗമാണ്. പശുക്കളുടേതായാലും തീറ്റ ചിലവായാലും പശുക്കൾ ഒരുപാട് വില കൂടിയിട്ടുണ്ട്. തീറ്റ ചിലവ്, അതും പാലിന് 4 രൂപ അവർ കൂട്ടുന്നതിന് മുന്നേ തന്നെ, ഒരു മാസങ്ങൾക്ക് മുന്നേ തന്നെ നമുക്കിവിടെ തീറ്റയ്ക്ക് ഒരുപാട് വില കൂടി. എല്ലാ തീറ്റയായാലും പശുവിന് കൊടുക്കുന്ന തവിട്, പുണ്ണാക്ക് ഐറ്റംസ് എന്തായാലും ഒരുപാട് വില കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 രൂപ കിട്ടിയിട്ട് കർഷകർക്ക് ഒന്നിനും തികയില്ല. കർഷകർക്കല്ല അത് കിട്ടുന്നത്, കർഷകർക്കല്ല അത് എല്ലാവരും വെറുതെ 4 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ചിന്ത എന്താ, ഇത് കർഷകർക്കാണ് കിട്ടുന്നതെന്ന്. പക്ഷേ കർഷകർക്കല്ല കിട്ടുന്നത്. മിൽമ ഒരു ചാർട്ട് തയ്യാറാക്കും, കർഷകർക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന്. അത് മുഖേനയാണ് നമുക്ക് കർഷകർക്ക് കിട്ടുന്നത്. തുച്ഛമായിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ നമുക്ക് 1 രൂപ 2 രൂപ, അത് പാലിൻ്റെ ആ ക്വാളിറ്റി അനുസരിച്ചാണ് കിട്ടുന്നത്. ഒരിക്കലും ഈ 4 രൂപ കർഷകരിലേക്ക് ഒരിക്കലും വന്ന് ചേരില്ല. ഫേസ്ബുക്കിലായാലും ഒരുപാട് കമൻറ്റ്സ് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കർഷകർക്ക് വാരിക്കോരി കൊടുക്കുന്നു. പക്ഷേ അത് ഇടുന്ന എല്ലാവരും, കമൻറ്റ്സ് ഇടുന്ന എല്ലാവരും ഞാൻ നോക്കിയപ്പോൾ ഒരു പശുവിനെ പോലും വളർത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ പശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ കമൻറ്റ്സ് ഇടുന്നത്. വെറുതെ ഇട്ടിരിക്കുക. അപ്പം കർഷകർക്ക് ഈ 4 രൂപ കൊണ്ട് ഒരു നേട്ടവും ഇല്ല. അത് നിങ്ങൾ തന്നെ അതൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ എന്നോടും പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ കൂട്ടി, ഇത്ര രൂപ കൂട്ടിയെന്ന്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുന്നേ തന്നെ തീറ്റയ്ക്ക് 50ഉം 100ഉം രൂപയിലധികമാണ് ഓരോ ചാക്കിന് അവർ കൂട്ടിയിട്ടുള്ളത്. അതാരും അറിയുന്നില്ല. അത് ഈ കർഷകരായ പാവങ്ങൾ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ എൻ്റെ കിങ്ങിണിക്കുട്ടി ഇതാണ്. അവളെ 2 പ്രാവശ്യം നമ്മൾ കുത്തി വെച്ചു. അവൾ ചെന പിടിച്ചില്ല. അപ്പോൾ ഇന്ന് അവളെ കുത്തി വയ്ക്കാനായിട്ട് വരികയാണ്. രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് കിടന്ന് കരയുവാണ്. അപ്പോൾ ഞാൻ എന്താ കരയുന്നതെന്ന് നോക്കിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൾ ഹീറ്റായിട്ടുണ്ട്. മതിയുടെ ലക്ഷണം അവൾ കാണിച്ചിട്ടുണ്ട്. നമുക്കവളെ കുത്തിവെക്കാം. ഇപ്രാവശ്യം പിടിക്കും, ചെന പിടിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നന്ദിനിയും ലാലിക്കുട്ടിയും ചെന പിടിച്ചിട്ടുണ്ട്. അവരെ നോക്കി അവർക്ക് 3 മാസം കഴിഞ്ഞു. പക്ഷേ കിങ്ങിണിയും അതോടൊപ്പം കുത്തി വച്ചതാണ്, അവൾ ചെന പിടിച്ചിട്ടില്ല. ഈ പശുവിൻ്റെ വില അധികം കൂടിയത് കൊണ്ട് കഴിവതും എല്ലാവരും കന്നുകുട്ടികളെ തന്നെ, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ തന്നെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. കുറച്ച് തീറ്റ ചിലവ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് പാടുപെട്ടിട്ടായാലും നല്ല ഒരു പശുവിനെ നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.